സോറി എല്ലാരോടും. പനിയായിരുന്നു. കംപ്ലീറ്റ് വോയിസ് പോയി. അതുകൊണ്ടായിരുന്നു കഥയില്ലായിരുന്നു ഇത്രയും ദിവസം. മാംഗല്യം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഇനിയിപ്പോ എന്താ വൈദ്യരെ വേണ്ടേ? അവളെ ഇവിടേക്ക് മാറ്റണോ? സീതയുടെ മുഖത്ത് നോക്കിയാണ് ശ്രീധരൻ വൈദ്യനോട് ചോദിച്ചത്. ഇവിടേക്ക് മാറ്റിയാൽ നല്ലത്. അതല്ല, സീതയുടെ ഇഷ്ടം പോലെ വീട്ടിൽ തന്നെ നിന്നാൽ മതിയെങ്കിൽ നിങ്ങൾ അത്രയും കാര്യത്തോടെ നോക്കണം. അറിയാലോ, വയസ്സ് കൂടുന്തോറും ശരീരം നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കണമെന്നില്ല. നട്ടെല്ലിന് നേരത്തെ ഹേമദണ്ഡമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ വീഴ്ചയും കൂടി ആയതും ആശാട്ടി പുറത്ത് കാണിക്കുന്നതിലും നല്ല വേദന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ തനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് കാണിക്കാനാണ് ഇപ്പോഴുള്ള ഈ കയറ്റവും ഇറക്കവുമൊക്കെ. അതുകൊണ്ട് താൻ ഇതൊന്നും കണ്ട് ഭാര്യയെ കണക്ക് കൂട്ടണ്ട. കൃത്യമായി പഥ്യവും മരുന്നും എടുത്താൽ ഒരു പരിധിവരെ നമുക്കിത് വലുതാവാതെ നോക്കാം. അതൊക്കെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ ശ്രീധര, ഓരോ തവണയും ഇങ്ങനെ അച്ചിൽ പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ. വാക്കുകൾ പൂർത്തിയാക്കുമ്പോൾ വൈദ്യരുടെ നോട്ടം സീതയിലായിരുന്നു. അവിടെ പക്ഷെ ഇതൊക്കെ ഇനിയും എത്ര കേൾക്കാനുള്ളതാ, അല്ലെങ്കിൽ ഇതിനു മുന്നേ എത്ര കേട്ടതാ എന്നൊരു ഭാവമല്ലാതെ മറ്റൊന്നും വൈദ്യർക്കോ ശ്രീധരനോ കാണാൻ കഴിഞ്ഞില്ല. ശ്രീധരൻ സീതയെ വൈദ്യർമഠത്തിൽ ഒരാഴ്ചയെങ്കിലും കിടത്താൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ഒറ്റക്കാലിൽ വാശിയിൽ നിന്നുകൊണ്ടവര് തിരിച്ച് കാറിലേക്ക് തന്നെ കയറിയിരുന്നു. ശ്രീധര, പറഞ്ഞതൊന്നും മറക്കണ്ട. ഇവിടുന്ന് ആള് വന്ന് തിരുമ്മലും കിഴിയുമൊക്കെ ഇട്ടോളും. പക്ഷെ ആളെ കൊണ്ട് റെസ്റ്റ് എടുപ്പിക്കേണ്ട ജോലി നിങ്ങൾക്കാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോളാം വൈദ്യരെ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ സ്വഭാവം. കാറിൽ കയറിയിരിക്കുന്നവരെ നോക്കി പരാതി പറയുന്ന ആളുടെ മുഖത്ത് നോക്കി വൈദ്യർ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ഇതിനു മുന്നേ ഇതൊക്കെ എത്ര കേട്ടിട്ടുള്ളതാണെന്നുള്ള രീതിയിൽ. തിരിച്ച് കാറിൽ വീട്ടിലെത്തും വരെ വൈദ്യൻ ഒരു നിമിഷം പോലും നാവിന് റെസ്റ്റ് കൊടുത്തില്ല. പക്ഷെ എന്ത് കഥ! കമിഴ്ത്തിയിട്ട കുടത്തിൽ വെള്ളം വീഴുന്ന പോലെ ആയതേയുള്ളൂ ഒക്കെ. വീടെത്തിയതും അതുവരെ മിണ്ടാതിരുന്നവർ അയാളെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും മണിക്കുട്ടി ഓടിപ്പോയി കയ്യിൽ പിടിച്ചിറക്കി. എന്താ അമ്മേ, എങ്ങനുണ്ട്? വയ്യേ? ആകെ ദേഷ്യം പിടിച്ച് ഇറങ്ങി വരുന്ന അമ്മയെ കണ്ടുള്ള പരിഭ്രമത്തിൽ അവൾ പിന്നെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. വയ്യാഴികയല്ല, നിന്റെ അമ്മയ്ക്ക് രണ്ട് നല്ല തല്ലിന്റെ കുറവാണ്. പോരെ പൂരം. അതുവരെ ദേഷിച്ചു മാത്രം നിന്നവർ അയാളെ നോക്കി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് പോയി. എന്താ ശ്രീധരൻ മാമി, എന്താ കാര്യം? എനിക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയുമോ? രണ്ടുപേരുടെയും കാട്ടായമൊക്കെ കണ്ട് ഒന്നും മനസ്സിലാകാതെ നിന്നവളുടെ ശബ്ദത്തിൽ നല്ലോണം നീരസമുണ്ടായിരുന്നു. കുട്ടി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്, ഞാൻ പറയാം. ഇട്ടിരുന്ന നീളമുള്ള ജുബ്ബ തലവഴി ഊരി മുറിയിലേക്ക് പോയി ആള് പറഞ്ഞു കേട്ടതും അവൾ നാവ് കടിച്ചു. അയ്യോ, ഞാൻ മറന്നുപോയി. ഓടിപ്പോയി ഗ്ലാസ്സിലിരുന്ന ചായ മധുരമുള്ളതും ഇല്ലാത്തതുമായി രണ്ടു തരത്തിൽ പകർത്തി ഒന്ന് മുറിയിൽ പിണങ്ങിക്കിടക്കുന്ന അമ്മയെ നിർബന്ധിച്ചേൽപ്പിച്ചു. അപ്പോഴേക്കും ഹാളിൽ വെച്ചിരുന്ന ചായ ശ്രീധരൻ മാമനും കുടിച്ചു കഴിഞ്ഞു. മണിക്കുട്ടി, നീ ചോദിച്ചത് നിന്റെ അമ്മ എന്താ പിണങ്ങിക്കിടക്കുന്നത് എന്നല്ലേ? കട്ടിലിൽ കിടക്കുന്ന ആളെ ഒന്ന് എത്തി നോക്കി ഇത്തിരി ഉറക്കെയാണ് ശ്രീധരൻ ചോദിച്ചത്. അവൾ ഒന്ന് മൂളിയതും അവിടെ നിന്നിറങ്ങി വൈദ്യർ പറഞ്ഞത് തൊട്ട് തിരിച്ച് ഈ വീട്ടിൽ വരുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ഒന്നൊഴിയാതെ പറഞ്ഞു തീർത്തു. ഇവിടെ വന്ന് ചികിത്സിക്കുന്നത് നല്ലതായിരുന്നു അവിടെ കിടന്നിരുന്നേൽ, അല്ലേ ശ്രീധരൻ മാമേ? ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. നിനക്ക് എന്നെ വേണ്ടേ? ഞാൻ ഈ വീട്ടിൽ കിടക്കുന്ന ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റ വാശിയോടെ സീത അവിടെ നിന്നും ഇറങ്ങി. ഒരു നിമിഷം സ്റ്റക്കായി പോയവൾ പിന്നാലെ ഓടിയിറങ്ങി ചെല്ലുമ്പോഴേക്കും കാണുന്നത് അപ്പുറത്തെ വീടിന്റെ ഗേറ്റും കടന്ന് അകത്തേക്ക് നടക്കുന്നവരെയാണ്. ശ്രീധരൻ മാമയെ വെപ്രാളപ്പെട്ട് വിളിച്ചുകൊണ്ട് അവൾ നോക്കുമ്പോൾ കാണുന്നത് ഭാര്യ പോയ വഴിയെ നോക്കി കുഞ്ഞൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ആളെയാണ്. ഹോസ്പിറ്റലിൽ കിടന്നുള്ള ചികിത്സയൊന്നും പണ്ടേ അവൾക്ക് പറ്റില്ല മോളെ. പിന്നെയും കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിക്കുന്നതാണ്. അവിടെയാകുമ്പോൾ 24 മണിക്കൂറും ഡോക്ടർമാരുടെ കീഴിലല്ലേ, ആ ഒരു സമാധാനത്തിന്. പക്ഷെ വെറുതെയാണ്. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ അവൾ ആ പരിസരത്തു പോലും കാല് ചവിട്ടില്ല. ഇതിപ്പോ വാശി കാണിച്ചിറങ്ങിപ്പോയത് അവിടുത്തെ കുറുമ്പിയെ കാണാനാണ്. അന്ന് പോയതിനു ശേഷം പിന്നെ വീഡിയോ കോളിലല്ലേ കണ്ടിട്ടുള്ളൂ. സംഗതി 2 ദിവസമേ ആയുള്ളൂ എങ്കിലും കുഞ്ഞിപ്പെണ്ണിനെ കാണാതിരിക്കുന്നത് ഒരു സങ്കടം തന്നെയാ. അത് കേട്ടതും മണിക്കുട്ടിയുടെ മുഖം മാറി. കഴിഞ്ഞ 2 ദിവസമായി താനിവിടെ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞിനെ ഇങ്ങോട്ട് വിടാത്തത് എന്നുള്ള ചിന്തയ്ക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു ശ്രീധരന്റെ വാക്കുകൾ. എന്തിനാ ഇപ്പൊ ഈ മുഖം വാടിയത്?
പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റത്തിൽ അയാളും ഒന്ന് അന്തിച്ചു. ഞാനിവിടെ ഉള്ളതുകൊണ്ടാകും കുഞ്ഞിനെ ഇവിടേക്ക് വിടാത്തത്. ആ, ഇതാപ്പം നന്നായത്. എന്റെ പൊന്നു കുഞ്ഞെ, നീ ഉണ്ടായിട്ടൊന്നുമല്ല അവനാ കുഞ്ഞിനെ ഇങ്ങോട്ട് വിടാത്തത്. ശരിക്കും പറഞ്ഞാൽ ആ ചെറുക്കനൊരു പ്രത്യേക സ്വഭാവമാണ്. അവന്റെ ചില നേരത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടാൽ നമ്മൾ വല്ല പിള്ളേരെ പിടുത്തക്കാരാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അപ്പോഴാ നീ ഇവിടെ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ചു കൂട്ടി നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഞാൻ അങ്ങോട്ട് പോവുകയല്ലേ, നീയും കൂടി വാ. അയ്യോ, ഞാനില്ല. അയാളുടെ വിളിയിൽ പേടിച്ചുകൊണ്ട് പെണ്ണ് ഒരു പടി കൂടി മുകളിലേക്ക് കയറി. ഏത് ഞാനില്ലെന്ന്? വാ കൊച്ചേ. വേണ്ട മാമേ, അവിടുത്തെ ആ സാറിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നിലേക്ക് മാറി അവൾ ഒഴിഞ്ഞ മുഖത്തോടെ മറുപടി കൊടുത്തു. അതിന് അവനവിടെ ഉണ്ടായാലല്ലേ. അവൻ വരാൻ ഇനിയും നേരം പിടിക്കും. കൊച്ചു വരാൻ നോക്ക്. കൈമൾ മാഷിന് പനിയാണെന്നും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പോയൊന്ന് കണ്ടിട്ട് വരാം. പറയുന്നതിനൊപ്പം തന്നെ അയാൾ അവളെ കൂടി നിർബന്ധിച്ചു കൂട്ടുകയും ചെയ്തു. മാഷിന് പനിയാണെന്ന് കേട്ടതും കഴിഞ്ഞ ദിവസം തന്റെ ചായ നല്ലതാണെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മുഖമാണ് ഓർമ്മയിലേക്ക് ഓടിയെത്തിയത്. അദ്ദേഹത്തെ പോയി ഒന്ന് കാണണമെന്നുണ്ട്. എങ്കിലും ആഗ്രഹം തന്നോട് വഴക്കുണ്ടാക്കി പോയവളെ ഒന്ന് അടുത്ത് കാണുന്നതിലാണ്. കുഞ്ഞിപ്പെണ്ണ് ഇപ്പോഴും തന്നോട് പിണക്കത്തിലാവുമോ? അതൊക്കെ മറന്നിട്ട് പഴയ പോലെ തന്നോട് ഇഷ്ടത്തിൽ കാര്യം പറയുമോ എന്നുള്ള ചിന്തയൊക്കെ കൊണ്ട് കഴിഞ്ഞ 1-2 ദിവസമായി ശരിക്കും ഉറക്കം പോലുമില്ല. മതി കൊച്ച് ആലോചിച്ചത്. അവിടെ വരെ പോയി പനിയുള്ള ഒരാളെ കാണാൻ ഇത്രയും ആലോചനകൾ. ശ്രീധരൻ ഒന്നുകൂടി ഒച്ച കൂട്ടിയതും അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അയാൾക്ക് പിന്നാലെ നടന്നു കഴിഞ്ഞിരുന്നു. മാഷിന്റെ വാക്കും കേട്ട് ഒരാവേശത്തിന് തുള്ളിത്തെറ്റി അങ്ങോട്ട് പുറപ്പെട്ടെങ്കിലും വീടെത്തും തോറും അവൾക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അതിനൊരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണടയ്ക്കുള്ളിലൂടെ അവളെ വെറുപ്പോടെ നോക്കുന്ന ആ ഒരാൾ. എടി സ്വപ്നജീവി, ബാക്കി ഇനി അകത്ത് കയറി സ്വപ്നം കാണാം. തല ഒന്ന് വിലങ്ങനെ ആട്ടി ചിരിച്ചുകൊണ്ട് പോകുന്ന ശ്രീധരൻ മാഷിനെ ഇത്തിരി കൂർപ്പിച്ചു നോക്കാൻ ശ്രമിച്ചെങ്കിലും അത് നല്ലോണം പാളിക്കൊണ്ടാണ് അവൾ ആദ്യത്തെ പടിയിലേക്ക് കാലുവെച്ചത് തന്നെ. എന്റെ കൊച്ചേ, നോക്കിയൊക്കെ നടക്ക്. ഇനി നീ കൂടി തല്ലിത്തറ്റി വീണിട്ട് വേണം ഞാൻ അപ്പുറവും ഇപ്പുറവും 2 ബെഡിട്ട് രോഗികളെ നോക്കി നടക്കാൻ. ഇച്ചിരി ദേഷ്യത്തോടെ ശ്രീധരൻ മാമന്റെ ശബ്ദമുയർന്നതും മടങ്ങിപ്പോയ കാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നുള്ള രീതിയിൽ അവൾ അദ്ദേഹത്തെ നോക്കി എളിച്ചു കാട്ടി. എന്താടോ വരുന്ന വഴിയിലെ വലിയ ഒച്ചപ്പാടൊക്കെ? മുഖം നിറയെ ചിരിയുമായി അകത്തൂന്ന് ചോദിച്ചു കൊണ്ടുവരുന്ന ആള് പിന്നാണ് ശ്രീധരന്റെ ബാക്കിൽ കയറി വരുന്ന ആളെ കണ്ടത്. ആഹാ, ആരിത്? വായോ വായോ, കേറി വായോ. ഇവിടെയുള്ള വഴിയൊക്കെ അറിയുവോ? നിറഞ്ഞ സന്തോഷത്തോടെയാണ് അദ്ദേഹം അത് ചോദിച്ചതെങ്കിലും കഴിഞ്ഞ തവണ അവിടെ വരാനുണ്ടായ സാഹചര്യത്തിൽ അവളുടെ മുഖം വാടി. അത് ഏറെക്കുറെ മുന്നിൽ നിന്ന് രണ്ടാൾക്കും മനസ്സിലാവുകയും ചെയ്തു. അതിന്റെ ഒരു വൈക്ലഭ്യം കൈമൾ മാഷിന്റെ മുഖത്ത് വന്നെങ്കിലും പെട്ടെന്ന് അതൊക്കെ മാറ്റി അദ്ദേഹം അവൾക്കടുത്തേക്ക് ചെന്നു. അതെ, ഞാൻ എന്നും ചിലരെയൊക്കെ കാണാറുണ്ട് ശ്രീധര, കേട്ടോ. വെളുപ്പിനെ ഓടിപ്പിടിച്ചു വന്ന് ഈ ഭാഗത്തേക്ക് വെറുതെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ വേഗം ആ ഗേറ്റ് കടന്നു പോകുന്നവരെയൊക്കെ. ഞാൻ മണ്ടൻ, ഇങ്ങോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ചിരിക്കാമല്ലോ എന്ന് കരുതി ഗേറ്റിന്റെ പടിയും പിടിച്ച് ഒട്ടി അങ്ങനെ എത്ര നേരം നിൽക്കുമെന്നോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ചിലരൊക്കെ ഉണ്ടെന്ന് പോലും ഓർക്കാതെയാണ് ഓട്ടം. വൈകുന്നേരവും ഇത് തന്നെ എന്റെ അവസ്ഥ. അത് പിന്നെ ഞാനുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ തുറന്നുള്ള ചോദ്യത്തിന് എന്തു മറുപടി കൊടുക്കണം എന്നറിയാതെ അവൾ ആകെ പരിങ്ങി. കാരണം ഈ പറഞ്ഞതിൽ ഒരൊറ്റ വാക്കുപോലും അസത്യമില്ല. മനഃപൂർവ്വമായി തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ സ്പീഡ് കൂട്ടുന്നതും ഈ ഭാഗത്തേക്ക് നോക്കാത്തതും. കാരണം ആദ്യത്തെ ദിവസം വന്നതിന്റെ അന്ന് തന്നെ കണ്ടിരുന്നു താൻ വരുന്ന സമയം നോക്കി മുറ്റം തൂക്കുന്ന ഒരുവനെ. അറിയാതെ പോലും അദ്ദേഹത്തെ നോക്കിയാൽ പേടിയാണോ ഉൾഭയമാണോ അങ്ങനെ എന്തെന്ന് തിരിച്ചറിയാവാനാത്ത എന്തോ ഒന്നാണ് അദ്ദേഹത്തോട്. സാമീപ്യം പോലും പലപ്പോഴും തന്നെ അസ്വസ്ഥമാക്കാറുണ്ട്. ആ ഒരു ചിന്തയോടെ മിഴികൾ ഉയർത്തി നോക്കുന്നവൾ കാണുന്നത് അവളുടെ മറുപടി കേൾക്കാൻ എന്ന പോലെ നോക്കിയിരിക്കുന്ന രണ്ടുപേരെയാണ്. അത് ഞാൻ വേഗത്തിൽ ജോലിക്ക് വരുന്നത് കൊണ്ടാണ്. ഇട്ടുകൂട്ടി പറഞ്ഞപ്പോൾ അത്രേ എത്തിയുള്ളൂ. ആ പോട്ടെ, ഇന്ന് വരെ ചെയ്തതൊക്കെ ഞാനങ്ങ് ക്ഷമിക്കുകയാണ്. ഇനിയെങ്ങാനും ഇങ്ങോട്ട് നോക്കാതെ പോയാൽ, അഥവാ ഞാൻ പുറത്തില്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് വേണം പോകാൻ. എങ്ങനെ, സമ്മതിച്ചോ? കയ്യും കെട്ടി നിന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ അവൾ പരിഭ്രമിച്ചുകൊണ്ട് നോക്കിയത് ശ്രീധരനെയാണ്.
അവിടുത്തെ ചിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി ഇതൊക്കെ തന്നെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അതോടെ ആ നിമിഷം വരെ ഉണ്ടായിരുന്ന പേടി മാറി അവളിലും ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. ആ, എന്തായാലും മോള് വന്നതല്ലേ. അടുക്കളയിൽ പാലിരിപ്പുണ്ട്. ഞാൻ ചായ ഇടാൻ തുടങ്ങുകയായിരുന്നു. ഇനിയിപ്പോ മോള് കയറി അന്നിട്ട പോലെ ഒരു നല്ല ചായ ഇട്ടേ. അന്ന് നിന്നെ കണ്ട് ആ ചായ കുടിച്ചു വന്നതിന് ശേഷം അതിന്റെ രുചിയോർത്താണ് ഓരോ നേരവും ഉണ്ടാക്കുന്ന വാട്ടവെള്ളം കുടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരുത്തനിട്ട ചായ കൊള്ളില്ലെന്ന് പറഞ്ഞതിന് വയറു നിറച്ച് കേൾക്കുകയും ചെയ്തു. ആ ഒരു ക്ഷീണമൊക്കെ മാറണമെങ്കിൽ മോളുടെ കൈയും കൊണ്ട് ഒരു ചായ അത്യാവശ്യമാണ്. അത് സാർ, ഇവിടെ സാറും കുട്ടിയൊന്നുമില്ല. കൊച്ച അടുക്കളയിലോട്ട് ചെല്ല്. ഹാളിൽ നിന്ന് നേരെ കയറുമ്പോൾ ഡൈനിങ്. അതിന്റെ തൊട്ടിപ്പുറത്താണ് അടുക്കള. നിനക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ പാചകത്തിൽ തന്നെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോ അധികത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ സീത അവിടെയുണ്ട്. അല്ലെങ്കിൽ എന്നെ തന്നെ വിളിച്ചാൽ മതി. അതുകൊണ്ട് കൊച്ചവിടെ നിന്ന് കൂടുതൽ ചവിട്ടാതെ വേഗം പോയി ഞങ്ങൾ രണ്ട് ചെറുപ്പക്കാർക്ക് ചായ ഇട്ടുകൊണ്ട് വന്നേ. അതുവരെ അദ്ദേഹത്തെ നോക്കി പകച്ചു നിന്നവൾ അവസാന വാചകം കേട്ടതും അറിയാതെ ചിരിച്ചുപോയി. അതെന്തിനാ മോളെ അങ്ങനെയൊരു ചിരി? എന്താ ഞങ്ങൾ ചെറുപ്പക്കാരല്ലാന്ന് തോന്നുന്നുണ്ടോ? പുരികം പൊക്കിയും താഴ്ത്തിയുമുള്ള ആ ചോദ്യം കേട്ടതും പെണ്ണ് പിന്നെയും ചിരിച്ചു. തൽക്കാലം രണ്ട് ചെറുപ്പക്കാരും കൂടി അവിടെ നിൽക്ക്. ഞാൻ പോയി ചായ ഇട്ടോണ്ട് വരാം. ഇത്തവണ നിറഞ്ഞ ചിരിയോടെയാണ് അവള് മറുപടി പറഞ്ഞതും അകത്തേക്ക് കയറിയതും. നല്ല അമ്പോറ്റിയ ഒരു കുട്ടിയാണ് അല്ലേ ശ്രീധര? ആ, അമ്പോറ്റിത്തരം ഇത്തിരി കൂടിയെങ്കിലേ ഉള്ളൂ. അതാ ആ തള്ളയും മോനും കൂടി വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ ശാരദയോടും ഇന്ദ്രനോടുമുള്ള വെറുപ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. ചെറിയ പാർട്ടാണ്. വോയിസ് ഒന്ന് കറക്റ്റ് ആയതിനു ശേഷം വലിയ പാർട്ട് തരാം കേട്ടോ. അപ്പൊ ആർക്കും മുഷിവൊന്നും തോന്നരുത്. കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.